മക്കളെ, നമുക്ക് അടിസ്ഥാന പാഠാവലിയിലേക്ക് കടക്കാം കേട്ടോ. മിസ് കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. എന്തായാലും മാറിയ ടെക്സ്റ്റ് അല്ലേ, നമുക്കറിയില്ലല്ലോ എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരികയെന്ന്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് വിഗ്രഹിക്കയിൽ നിന്ന് തുടങ്ങാം അല്ലേ. വിഗ്രഹിക്കുക. പ്രശാന്തമൂകം എങ്ങനെയാ പ്രശാന്തമൂകം വിഗ്രഹിക്കുക? പ്രശാന്തത്താൽ മൂകം അല്ലേ. വളരെ പ്രശാന്തമായ അവസ്ഥ കൊണ്ട് മൂകമായിരിക്കുന്ന അവസ്ഥ, പ്രശാന്തത്താൽ മൂകം. അടുത്തത് ഉൾത്തളിർ, ഉള്ളാകുന്ന തളിർ. ജരാനര, ജരയും നരയും. അടുത്തത് ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പേ പരിചയമുണ്ട് എന്ന് തോന്നുന്നു, സൂചന വ്യക്തമാക്കുക. ഏതാ പാഠം? ശാന്തിനികേതനം അല്ലെ. ഓർമ്മ വരുന്നുണ്ടല്ലോ. എസ്.കെ. പൊറ്റേക്കാട് ശാന്തിനികേതനിലേക്ക് പോകാനായി കൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും ഒരുപാട് മൈലുകൾ അകലെയുള്ള ഒരു ഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുകയാണ് അല്ലേ. അതിനുശേഷം ശാന്തിനികേതനം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയപ്പോൾ ശാന്തിനികേതനിലേക്ക് നയിക്കുന്ന ഒരു നാടൻ പാതയിൽ എത്തിപ്പെട്ടു. ഈ നാടൻ പാതയിൽ എത്തിപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നതെന്ന്. എന്താ അങ്ങനെ തോന്നാനായിട്ടുള്ള കാരണം മക്കളെ? ടാഗോറിന്റെ കഥകളുമായിട്ട്, അദ്ദേഹത്തിന്റെ ബംഗാളി കഥകൾ ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ എസ്.കെ. പൊറ്റേക്കാട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നാടുകളിൽ ഇത്തരത്തിലുള്ള അനേകം ഗ്രാമീണ പാതകളെ കുറിച്ച് മുമ്പ് വായിച്ചിട്ടുണ്ട്. ആ വായനാ പരിചയം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ഗ്രാമീണ പാത ഞാൻ മുൻപേ കണ്ടിട്ടുണ്ട് എന്ന് തോന്നിയത്. ഓക്കെ അല്ലേ? ശരി. അടുത്തത്, നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല, അനുഭവിക്കുക തന്നെ ചെയ്യും. എപ്പോഴാണ് നമ്മൾ മലയാളത്തെ അനുഭവിക്കുന്നത് പോലെ കൽക്കത്തയിലെത്തുമ്പോൾ തോന്നുന്നത്? ഓർക്കണുണ്ടോ? കൽക്കത്തയുടെ ആ ഭൂപ്രകൃതി കാണുകയാണ് അല്ലെ എസ്.കെ. പൊറ്റേക്കാട്. അപ്പോൾ പല രീതിയിലും കേരളവുമായി സാമ്യം തോന്നുകയാണ്. ഏതൊക്കെ രീതിയിലാണ് സാമ്യം തോന്നുന്നത്? മുളങ്കൂട്ടങ്ങൾ തെറിച്ചു നിൽക്കുന്ന മതിലുകൾ അല്ലെ, അങ്ങിങ്ങായി തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകൾ, പിന്നെ ആമ്പൽ വിടർന്നു നിൽക്കുന്ന കുളങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ഇങ്ങനെ പല കാര്യങ്ങളിലും കേരളവുമായിട്ട് നല്ല സാമ്യം കൽക്കത്തയ്ക്ക്. എന്ത് കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്? വലിയ വലിയ കുന്നുകളുടെ നിശ്ചല ദൃശ്യങ്ങളില്ല അല്ലെ, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ മലയാളത്തെ എന്ന് വെച്ചാൽ കേരളത്തെ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. കേരളത്തെ അനുഭവിക്കുക തന്നെ ചെയ്യും. വെറുതെ ഓർക്കുകയല്ല, അനുസ്മരിക്കുകയല്ല ചെയ്യുക, നമുക്കൊരു തരം അനുഭവം വരും. ഓക്കെ. അടുത്തത്, ഒരു പുണ്യാശ്രമം മുന്നിൽ തെളിഞ്ഞു കാണുന്നു. ഇങ്ങനെ പറയാൻ കാരണം എന്താ കാരണം? ഓർക്കണുണ്ടോ? ശാന്തിനികേതൻ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് അല്ലെ, സർവകലാശാലയാണ്. അപ്പോൾ ഈ വലിയ സർവകലാശാലയിൽ പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. പക്ഷേ ഈ പാതയിലൂടെ ഒരുപാട് ദൂരം നടന്നപ്പോൾ ഇദ്ദേഹം കണ്ടത് എന്താ? അങ്ങിങ്ങായിട്ട് പുല്ലുമേഞ്ഞ കുടിലുകൾ. ഈ പുല്ലുമേഞ്ഞ കുടിലുകളെ കാണുമ്പോൾ ഏതാണ് ശാന്തിനികേതനം എന്നൊരു നാട്ടുകാരനോട് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് ശാന്തിനികേതനം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളില്ല, വലിയ കമാനാകൃതിയിലുള്ള ഗേറ്റും ഒന്നുമില്ല. പക്ഷെ ചിതറിക്കിടക്കുന്ന ഈ കുടിലുകളിൽ ഞാനൊരു പുണ്യാശ്രമത്തെ കണ്ടു. അടുത്തത് ഇതേ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താത്തത് എത്ര നന്നായി? നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചേക്കണത്. അതായത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് ശാന്തിനികേതൻ. ആ ശാന്തിനികേതനിലേക്ക് എത്തുമ്പോൾ എസ്.കെ. പൊറ്റേക്കാട് കാണുന്നത് കുറച്ച് കുടിലുകളെയാണ്, ഗ്രാമീണ കുടിലുകളെ അല്ലെ, പുല്ലുമേഞ്ഞ കുടിലുകളെ. ആ കുടിലുകൾക്ക് പകരം വലിയ വലിയ കെട്ടിടങ്ങൾ, യൂണിവേഴ്സിറ്റി അല്ലേ എന്ന് വിചാരിച്ചിട്ട് പടുകൂറ്റൻ കെട്ടിടങ്ങളൊന്നുമില്ല. അത് നന്നായി, ഈ ഗ്രാമത്തെ പടുകൂറ്റൻ കെട്ടിടങ്ങളെ കൊണ്ട് അലങ്കോലപ്പെടുത്താഞ്ഞത് നന്നായി എന്ന് പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോന്ന് ചോദിക്കണം. യോജിക്കുന്നില്ലേ? വലിയ കെട്ടിടങ്ങൾ വേണം യൂണിവേഴ്സിറ്റി ആയാൽ? ഞാൻ യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം അല്ലേ. എത്ര വലിയ സർവകലാശാലയാണെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതാണ് നല്ലത് അല്ലേ. വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങളിലൊന്നും അല്ല യൂണിവേഴ്സിറ്റിയുടെ ഒന്നും ഒരു യോഗ്യത ഇരിക്കുന്നത്. ഓക്കെ. അടുത്തത്, ശ്രീനികേതനത്തിന്റെ ഉദ്ദേശം എന്ത്? ഓർക്കണുണ്ടോ? എന്ത് ശ്രീനികേതനം? ശാന്തിനികേതനം എന്താണെന്നറിയാം. ശ്രീനികേതനം എന്താ? ശാന്തിനികേതനത്തോട് ചേർന്നിട്ടുള്ള വേറൊരു സംരംഭമാണ് ശ്രീനികേതനം. അവരുടെ ഉദ്ദേശം എന്താ? ഗ്രാമീണ പുനരുദ്ധാരണം അല്ലെ. ഗ്രാമീണരുടെ, പ്രകൃതിയുമായി മല്ലിട്ട് കൃഷി ചെയ്തും ഒക്കെ ജീവിക്കുന്ന ഗ്രാമീണരുടെ സാമ്പത്തിക സ്ഥിതി ശരിക്കും ഒന്ന് പഠിച്ചിട്ട് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടി തുടങ്ങി വെച്ചിട്ടുള്ളതാണ് എന്ത്? ശ്രീനികേതനം. ഓക്കെ. അടുത്തത്,
കലാഭവനത്തെക്കുറിച്ച് വിശദീകരിക്കുക. കലാഭവനം എന്താന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ശാന്തിനികേതനത്തിൻ്റെ ഒരു ഭാഗമാണ് കലാഭവനം. ചിത്രകല പഠിപ്പിക്കാനുള്ളത്. കലാഭവനത്തിൽ എന്താ ഉള്ളത്? കലാഭവനത്തിൽ ചിത്രകല പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അവിടെ അല്ലേ. ചായമാകട്ടെ, ബ്രഷ് ആവട്ടെ, അതൊക്കെ ആയിരിക്കാം. ചിത്രകല പഠിക്കാൻ അതല്ലേ കുട്ടികൾക്ക് വേണ്ടത്. പിന്നെ എന്താ വെച്ചിട്ടുള്ളത്? ഭാരതത്തിൻ്റെ, നമ്മുടെ ചിത്രകലയുടെ പുതിയ മാതൃകകളും പഴയ മാതൃകകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചിത്രങ്ങളും, പഴയതും പുതിയതുമായ ചിത്രങ്ങൾ, ഭാരതീയത്തിലെ പ്രശസ്തമായ ചിത്രങ്ങളുടെ എല്ലാം പകർപ്പുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെന്താ? ടാഗോറിൻ്റെ വരികൾ അദ്ദേഹം തന്നെ നല്ല ഭംഗിയിൽ എഴുതിയത് ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ചിത്രകലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളൊക്കെ അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ചുള്ള യാത്രാ വിവരണക്കുറിപ്പ് തയ്യാറാക്കുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് തരും കേട്ടോ. ഏതെങ്കിലും ഒരു യാത്രാ വിവരണം ചെറുത് തന്നിട്ട് ഇതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡല്. അപ്പോൾ വേറൊരു ടൈപ്പ് തന്നിട്ടൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുക. അറിയാമെന്ന് നിങ്ങളങ്ങോട്ട് എഴുതിക്കോളൂ കേട്ടോ യാത്രാ വിവരണക്കുറിപ്പ്. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും. ആശയം വിശദമാക്കുക. ഇതാ സ്മാരകം അല്ലേ. ഉപ്പുപ്പന്താടി പറക്കാണ്. അപ്പൊ നമുക്ക് ആ 3 കൂടി ഒരുമിച്ച് പറയാം. അടുത്തത് നോക്കൂ. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. പ്രയോഗം വിശദമാക്കുക. അപ്പുപ്പൻ താടിയുടെ പറക്കൽ ഒരു ജീവിതയാത്ര തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. ഇതിനെല്ലാറ്റിനും കൂടി ഒരു ഉത്തരം ഞാൻ പറയാം. എളുപ്പമായല്ലോ. ഒന്ന് പഠിച്ചു വെച്ചാൽ സ്മാരകത്തിന് എന്ത് വന്നാലും അങ്ങോട്ട് എഴുതി തള്ളി മറിക്കാലോ അല്ലേ. എന്താണ്? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരാളുടെ ഉപകാരത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ് അല്ലേ. ആ സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ വേറൊരാൾ വന്നിരിക്കും എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമ്മുടെ അപ്പൂപ്പന്താടിയുടെ ജീവിതയാത്രയും. അത് ഒരു കുഞ്ഞിനെ മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നത് പോലെയാണ് തൻ്റെ വിത്തിനെയും കൊണ്ട് പറക്കുന്നത്. ആ പറക്കൽ അതിൻ്റെ ജീവിതയാത്ര തന്നെയാണ്. അത് വലിയ ഉയരങ്ങളൊന്നും അതിന് വിധിച്ചിട്ടില്ല, ദേശാന്തരങ്ങളൊന്നും വിധിച്ചിട്ടില്ലെങ്കിലും ആവാവുന്നിടത്തോളം ഉയരത്തിൽ, ആവാവുന്നിടത്തോളം ദൂരത്തേക്ക് അത് പറക്കും. പറന്നിട്ട് എന്ത് ചെയ്യും? വിത്തിനെ അവിടെ നിക്ഷേപിക്കും അല്ലേ. ആ വിത്തിൽ നിന്നും ഒരു മരം പൊങ്ങി വരും. അത് അപ്പൂപ്പന്താടിയുടെ പറക്കലിനുള്ള ഒരു സ്മാരകം പോലെ വരും. ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതേ കാര്യങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം ഒന്നാണ്. ഓക്കെ. അപ്പൊ ഇനി അത് നിസ്വാർത്ഥമായ ഒരു പറക്കലാണ് അല്ലേ. വിത്തിനെ എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിസ്വാർത്ഥമായ പറക്കലാണ്. ആരുടെയും കയ്യടിയും അത് ആഗ്രഹിക്കുന്നില്ല. അതിനെ പക്ഷി എന്ന് നിങ്ങൾ വിളിക്കില്ലെങ്കിൽ ആ കരുണയിൽ കുറച്ചു ദൂരം കൂടി പറന്നു പോകുന്നൊക്കെ ഉണ്ട്. ആ റെക്കോർഡ് ക്ലാസ് വിശദമായിട്ട് കണ്ടാൽ അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും കേട്ടോ. അടുത്തത്, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകളെ കുറിച്ച് ശാന്തിനികേതന്റെ അടിസ്ഥാനത്തിൽ. ശാന്തിനികേതൻ ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യർക്ക് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കാനാണ്. അതായത് 4 ചുമരുകൾക്കുള്ളിൽ ഞെങ്ങിഞ്ഞെരുങ്ങിയിരുന്ന് കുറേ കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ച് പരീക്ഷയ്ക്ക് ആ കാണാപ്പാഠം പഠിക്കുന്നതെല്ലാം അതേപോലെ പകർത്തി വെച്ച് മാർക്ക് നേടുക എന്നൊരു ഉദ്ദേശത്തിലല്ല, അങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതിയല്ല നമ്മൾ ശാന്തിനികേതനത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശാന്തിനികേതനത്തിൽ പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് സ്വന്തം വ്യക്തിത്വം, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം വികസിക്കുന്ന രീതിയിൽ, സ്വന്തം കഴിവുകൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദകരമായ രീതിയിൽ, ഒരു പീഡനമാവാൻ പാടില്ല പഠനം, ആഹ്ലാദകരമാവുന്ന രീതിയിൽ വികസിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുള്ളത് ശാന്തിനികേതനം. അത് ആ കെട്ടിടങ്ങൾ തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതാണ്. ഇനി നിങ്ങൾ ആ പാഠത്തിൽ വായിച്ചിട്ടുള്ള ശാന്തിനികേതനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതുക. അവിടുത്തെ കലാനികേതനം എങ്ങനെയാണ്, കല എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ എഴുതിയിട്ട് ഇന്നത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്ന് എഴുതാം. അതെങ്ങനെയാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. കാരണം കഷ്ടപ്പാട് അനുഭവിക്കുന്നത് നിങ്ങളാണ് അല്ലേ. 4 ചുമരുകളാണ്, ടൈം ടേബിൾ വെച്ചിട്ടുള്ള പഠനമാണ്, ഗൃഹപാഠങ്ങൾ ഒരുപാടുണ്ട് ഇല്ലേ. കാണാപ്പാഠം പഠിക്കുന്നതിനാണെങ്കിൽ പിന്നെ ഒരു അന്തവും അതിരുമില്ല. സിലബസിലാണെങ്കിലോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തലേന്ന് സാധനം കൊട്ടിക്കളയാവുന്ന രീതിയിൽ നോളജ് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉപകാരവും ഭാവിയിലേക്കില്ലാത്ത കണ്ടമാനം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സമയം വളരെ കുറച്ചാണ് കിട്ടുന്നത്, പഠനഭാരം കൂടുതലാണ്. പഠനം ഒരു രസകരമല്ല എന്ന് മാത്രമല്ല വല്ലാത്തൊരു ദുരിതവും കൂടിയായി മാറുന്നുണ്ട് അല്ലേ. ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ?
അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ എന്താന്ന് വെച്ചാൽ ശാന്തിനികേതനെ കമ്പയർ ചെയ്ത് അങ്ങ് എഴുതിക്കോളാം. ഓക്കെ, അടുത്തത് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പൂപ്പന്താടിയെ കുറിച്ച് പറഞ്ഞു ഇല്ലേ, റെക്കോർഡഡ് വീഡിയോയിൽ വിശദമാണ്, അത് പറയേണ്ട കാര്യമില്ല. എൻ്റെ ചങ്കുപള്ളി പോയി നജീബ് ഇങ്ങനെ പറയാനിടയായ സാഹചര്യം ഏതാ? ഗൾഫിലേക്ക് ജോലി തേടി വന്ന നജീബിന്റെ കയ്യിൽ ഉമ്മ കൊടുത്തയച്ച അച്ചാറും പലഹാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. അർബാബ് എന്ത് ചെയ്തു? കണ്ടവശം നജീബിന്റെ എന്താ പറയുക, സഞ്ചി എടുത്തിട്ട് ഒറ്റ ഏറാണ്, അതൊക്കെ പൊട്ടിപ്പോയിണ്ടോ. അപ്പോഴാണ് ചങ്ക് പൊള്ളിയത്. അതെന്നെ കുറച്ച് വേദനിപ്പിച്ചു, എങ്കിലും കൂടുതൽ സന്തോഷിപ്പിച്ചു. ഏതാ? അർബാബിന്റെ കൂടെ തുറന്ന വണ്ടിയിലുള്ള ഒരു യാത്ര അല്ലേ. ആദ്യമായിട്ട് ഗൾഫിൽ വന്നിട്ടുണ്ടായിരുന്ന യാത്ര, ഇത്രയും പഴഞ്ചനായിട്ടുള്ള ഒരു തുറന്ന വണ്ടിയിലായത് കുറച്ചൊക്കെ വേദനിപ്പിച്ചു. പക്ഷേ കുറേയും കൂടി വിശാലമായി ഗൾഫ് കാണാൻ പറ്റി. ആ കാണാൻ പറ്റിയ കാര്യം എന്നെ കുറച്ച് സന്തോഷിപ്പിച്ചു. ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി കണ്ടിരുന്നതല്ലാതെ പുറത്തു വന്നില്ല. എപ്പോഴാ? വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അല്ലേ. വിമാനത്തിൽ വെച്ച് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ? വിമാനത്തിലെ ഭക്ഷണങ്ങൾ പലതും എങ്ങനെ കഴിക്കാമെന്ന് അറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അർബാബിനോട് കൂടിയുള്ള യാത്രയിൽ ഒരു സാഹചര്യം എത്തിയപ്പോൾ എനിക്ക് വല്ലതും വേണേ, എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും ഭക്ഷണമെങ്കിലും മേടിച്ചതായോ എന്ന് പറയണമെന്ന് തോന്നി. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. എന്തെന്നറിയാത്ത വിധി മണിയനീച്ചയെ പോലെ മനസ്സിൽ വലം വെച്ചു തുടങ്ങി. സൂചന വ്യക്തമാക്കുക. അപകട സൂചന അല്ലേ. ഗൾഫിലേക്ക് യാത്രയായിട്ട് വന്ന്, ഗൾഫിലേക്ക് വലിയ പ്രതീക്ഷകളായിട്ട് വന്ന നജീബിനെ അർബാബ് വണ്ടിയിൽ കയറി. വണ്ടി ഒരു തല്ലിപ്പൊളി വണ്ടി. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിയ സ്ഥലം എങ്ങനെയായിരുന്നു? ഗൾഫിൻ്റെ പ്രധാന പ്രദേശങ്ങളൊക്കെ വിട്ട് ഒരു മണൽ കൂമ്പാരങ്ങൾക്കിടയിലൂടെ ഓടിത്തുടങ്ങി. വെളിച്ചം മങ്ങി തുടങ്ങി. നല്ല കമ്പനിയിലേക്ക് ഒന്നുമല്ല ജോലിക്ക് കൊണ്ടുപോകണമെന്ന് മനസ്സിലായി അല്ലേ. ഒരു തരം അപായഭീതി, ഒരു തരം പേടി മനസ്സിനെ വലം വെക്കാൻ തുടങ്ങി. ഓക്കെ, അടുത്തത് പ്രവാസികളുടെ ജീവിതവും കേരള സമൂഹവും. ഉപന്യാസം തയ്യാറാക്കുക. പ്രവാസി ജീവിതം. പ്രവാസം എന്ന് വെച്ചാൽ എന്താ മക്കളെ? നാട് വിട്ട് അന്യനാട്ടിൽ പോയിട്ടുള്ള ജീവിതത്തിനെയാണ് നമ്മൾ പ്രവാസ ജീവിതം എന്ന് പറയുക അല്ലേ. മലയാളികൾ ഒരു 10 വർഷം മുമ്പ് വരെ മലയാളികൾ അധികവും പ്രവാസ ജീവിതം നയിച്ചിരുന്നത് ഗൾഫിൽ പോയിട്ടായിരുന്നു. ഇന്ന് അത് മാറി ഇല്ലേ. ഇന്ന് അധികം പേരും യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെയാണ് കുടിയേറി പാർക്കുന്നത്. അന്ന് കാലത്ത് മലയാളികൾ ഒരു 10 വർഷം മുമ്പ് വരെയും നമ്മൾ പോയിരുന്നത് ഗൾഫിലേക്കായിരുന്നു. പ്രവാസി മലയാളികളുടെ ജീവിതം എന്താണെന്ന് വെച്ചാൽ അധിക പങ്കും പോകുന്നതിൽ ഒരു 80% വരെയുള്ള ആളുകളും ഈ ഗൾഫ് നാടുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. പിന്നീട് വർഷത്തിൽ 1-2 തവണ നാട്ടിലേക്ക് എത്തും. ചിലവർ 2 വർഷത്തിൽ കൂടുമ്പോഴൊക്കെ വരുള്ളൂ. അതൊക്കെ ജോലിയുടെ സ്ഥിതി അനുസരിച്ച്. അധികം പേർക്കും കുടുംബത്തെ കൂടെ കൂട്ടാനൊന്നും പറ്റാറില്ല. ഒരൊറ്റയ്ക്കാണ് അവിടെ ജീവിക്കുക അല്ലേ. എന്നിട്ട് ഒരുപാട് കാലം അവിടെ ജീവിച്ച് ഇങ്ങോട്ട് അയക്കുന്ന പൈസ കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കും അല്ലേ. സത്യത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 50-60 വർഷം മുമ്പ് ഉള്ള കേരളം എടുത്ത് നോക്കിയാൽ അറിയാം, കേരളം ഇന്നത്തെ കേരളമായത്, ഇന്നത്തെ പോലെ സമ്പന്നമായത് ഗൾഫ് മലയാളികളുടെ പണം കൊണ്ടാണ് കേട്ടോ. ഗൾഫുകാർ ഇങ്ങോട്ട് ഒഴുക്കുന്ന പണം കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടായിട്ടുള്ളത്. നല്ല വീടുകൾ, നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ഇന്നത്തെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ, എന്തിനു വേണ്ടി എല്ലാം കുറേ പ്രവാസി മലയാളികൾ ഗൾഫിൽ പോയി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള പൈസയാണ്. നിങ്ങൾ മോഹൻലാലിൻ്റെ വരവേൽപ്പ് എന്നുള്ള സിനിമയൊക്കെ ഒന്നെടുത്ത് കാണുക. അതിലുണ്ട് മോഹൻലാൽ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബസ്സൊക്കെ മേടിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇവരുടെ ജീവിതം സത്യത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എരിഞ്ഞടങ്ങലായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ മമ്മൂട്ടിയുടെ പത്തേമാരി എന്നുള്ള സിനിമ കാണുക. അപ്പോൾ സിനിമ കണ്ടു പഠിക്കുക നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസർ, അതല്ലേ നല്ലത്. അതൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ആ അവസ്ഥകൾ. കുടുംബത്തിന് വേണ്ടി പോകുന്നു ഗൾഫിലേക്ക്. അവിടെ ഒരു ആയുസ് മുഴുവൻ, ഏതാണ്ട് നല്ല കാലം മുഴുവൻ അവിടെ കിടന്ന് അധ്വാനിച്ച് തീർക്കും. അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോഴോ വീട്ടുകാർക്ക് വലിയ വിലയൊന്നുമില്ല അല്ലേ. എല്ലാം ഉപേക്ഷിച്ച് വരുമ്പോൾ പിന്നെ ഗൾഫിൽ ഉണ്ടായിരുന്ന വിലയില്ല. അവരുടെ സുഖം മുഴുവൻ, അവരുടെ ഒരു ജീവിതം മുഴുവൻ അവർ അവിടെ അങ്ങ് പണത്തിന് വേണ്ടി ഹോമിച്ച് തീർത്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ജീവിതമാണ് പ്രവാസി മലയാളികൾ ജീവിക്കുന്നത്. ഇത് മിക്കവാറും നിങ്ങളോട് ആട് ജീവിതത്തെ കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയാം കേട്ടോ. ഉപന്യാസം തയ്യാറാക്കാൻ പറയാം. അപ്പം നജീബിൻ്റെ ജീവിതം എഴുതുക. ഇതുപോലെ സമ്പൽ സമൃദ്ധമായൊരു ജീവിതം സ്വപ്നം കണ്ടിട്ട്, നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ട് ഗൾഫിലേക്ക് പോയിട്ട് ആടുജീവിതം നയിക്കേണ്ടി വന്ന ഒരുപാട് മലയാളികളും നമ്മുടെ ഇടയിലുണ്ട്. നിസ്സാര കേസുകളുടെ പേരിൽ ജയിലിലകപ്പെട്ട് ജന്മം പോയവരുണ്ട്. പലതരത്തിലുള്ള പീഡനത്തിനെതിരെ ഇരയാകുന്നവരുണ്ട്.
അപ്പോൾ ഇന്നത്തെ പോലെ അത്ര സുഖമായിരുന്നില്ല പണ്ട് കാലത്ത് പ്രവാസ ജീവിതം, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ ജീവിതം. അവരനുഭവിച്ച കഷ്ടപ്പാടിന് യാതൊരു അതിരുമില്ല. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കാനായിട്ട്. ഓക്കെ, അടുത്തത് യാത്രകൾ മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന ധന്യതയെക്കുറിച്ച് പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പ്രസംഗമാണ്, പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചിട്ട് വേണം തുടങ്ങാൻ എന്ന് പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത്, നമ്മളൊരു സ്ഥലത്ത് എല്ലാ കാലവും ജീവിക്കുന്നതിനേക്കാളും നമ്മൾ യാത്രകൾ നടത്തുമ്പോൾ നമ്മൾ കൂടുതൽ മനുഷ്യരെയും കൂടുതൽ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ കണ്ടുമുട്ടും അല്ലേ. അത് നമ്മുടെ മനസ്സിന് നൽകുന്ന ഒരു വലിപ്പമുണ്ട്, നമുക്ക് നൽകുന്ന അനുഭവങ്ങളുടെ ഒരു വലിയ ലോകമുണ്ട്. അതും കൂടി ചേർന്നാലേ നമ്മുടെ ജീവിതം ധന്യമാകൂ എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നടത്തിയ ഏതെങ്കിലുമൊക്കെ ഒരു യാത്രയെക്കുറിച്ച് പറയുക, അത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഭവം പറയുക. അതിനുശേഷം നമുക്ക് പഠിക്കാനുണ്ട് ചെറിയ യാത്രകളെക്കുറിച്ചൊക്കെ അല്ലേ, അതൊക്കെ കൂട്ടിച്ചേർത്ത് നല്ലൊരു പ്രഭാഷണം തയ്യാറാക്കിയേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മലയാള സെക്കൻഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ നല്ല എളുപ്പമുള്ള പാഠങ്ങളാണ് ഉള്ളത്. വളച്ചും തിരിച്ചും ഒക്കെ ചോദ്യം വരും. ടെക്സ്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക, അതിൻ്റെ ബേസിൽ അങ്ങ് എഴുതിയേക്കുക കേട്ടോ. ഓക്കെ, എഴുതി നോക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഓരോ ചോദ്യങ്ങളും എത്ര സമയം നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ.